വിഷ്ണു പ്രസാദ്. വിഷ്ണു, പ്രതിപക്ഷം ഒന്നാകെ ഈ സമരത്തിൽ വിദ്യാർത്ഥികൾക്കൊപ്പം അല്ലെങ്കിൽ സർക്കാരിനെതിരെ ഇറങ്ങുന്ന രീതിയിലേക്ക് വരുമ്പോൾ ഒരു വശത്ത് സർക്കാരും മറുവശത്ത് വിവിധ രാഷ്ട്രീയമുള്ള പ്രതിപക്ഷ കക്ഷികളെല്ലാം ഒന്നിച്ചും ആ രീതിയിലേക്ക് മാറുകയാണോ ഈ പ്രതിഷേധ സമരം? ഇപ്പോൾ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അല്ലെങ്കിൽ ഏറ്റവും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ഇവിടേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ്. സമരം ചെയ്യുന്ന എംപിമാർക്കരികിലേക്ക് ജിതേന്ദ്ര സിംഗ് എത്തിയിരിക്കുന്നു. ഈ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുൻപിലുള്ള സമരം അവസാനിപ്പിക്കണമെന്ന അഭ്യർത്ഥനയുമായി തന്നെയാണ് എന്തായാലും ഇപ്പോൾ കേന്ദ്രമന്ത്രി എത്തിയിരിക്കുന്നത്. ഇനി ഈ അഭ്യർത്ഥനകളോട് എങ്ങനെ രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് എംപിമാർ പ്രതികരിക്കുമെന്നത് തന്നെയാണ് വളരെ നിർണായകമായ കാര്യമെന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ജിതേന്ദ്ര സിംഗ് അടക്കമുള്ള എംപിമാർ ജിതേന്ദ്ര സിംഗ് ഇപ്പോൾ എംപിമാർ അടക്കമുള്ള രാഹുൽ ഗാന്ധി അടക്കമുള്ള എംപിമാരോട് സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ്. എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും ഇനി കോൺഗ്രസിന്റെ ഭാവി തീരുമാനം എന്നത് തന്നെയാണ് വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നിലവിലെ സാഹചര്യത്തിൽ സമരത്തിൽ നിന്ന് പിന്മാറണമെങ്കിൽ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും രാജിവെക്കണമെന്ന ആവശ്യം തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷെ ആ ഒരു സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ അത്തരമൊരു സാഹചര്യത്തിലേക്ക് കടക്കാൻ ഒരു കാരണവശാലും NDAയോ BJPയോ തയ്യാറാകില്ല. പകരം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്നൊരു ആവശ്യമെങ്കിലും കോൺഗ്രസിന് ഇവിടെ നേടിയെടുക്കാൻ സാധിക്കുമോ എന്നതാണ് വളരെ ശ്രദ്ധേയമായ കാര്യം. 20 വിദ്യാർത്ഥികളാണ് രാജ്യത്തെ നീറ്റ് പരീക്ഷ ക്രമക്കേടിനെ തുടർന്ന് ആത്മഹത്യ ചെയ്തത്. അത് ചോദ്യം ചെയ്ത് തെരുവിലിറങ്ങിയ പാർട്ടി പ്രവർത്തകർക്കെതിരെയാണ് അല്ലെങ്കിൽ ക്ഷമിക്കണം വിദ്യാർത്ഥികൾക്കെതിരെയാണ് പോലീസ് ഇന്നലെ വലിയ രീതിയിൽ നടപടി സ്വീകരിച്ചത്. പല തവണ അതോടൊപ്പം പോലീസ് നടത്തിയ നടപടിയിൽ 60ഓളം വിദ്യാർത്ഥികളാണ് പരിക്കേറ്റ വിവിധ ആശുപത്രികൾ ഉൾപ്പെടെ ചികിത്സയിൽ കഴിയുന്നത്. പരിക്കേറ്റ് ചികിത്സ തേടാതെ ഇപ്പോഴും CJP സമരപ്പന്തലിലും നിരവധി വിദ്യാർത്ഥികളുണ്ട്. എന്തായാലും ഈ സാഹചര്യത്തിൽ എന്തായാലും ഇപ്പോൾ ഈ ജിതേന്ദ്ര സിംഗ് ഇവിടെ എത്തിയതിൽ വലിയ പ്രതീക്ഷ തന്നെ ഉണ്ട്. കാരണം ഒരുപക്ഷെ ഈ സമരത്തിന് അയവ് വരുമോ, പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ നിന്ന് ഇവർ മടങ്ങുമോ എന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ നിന്ന് അല്പസമയത്തിനകം തീരുമാനം അറിയാം. രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രതിപക്ഷ എംപിമാരെ പലതവണ കസ്റ്റഡിയിലെടുത്ത് നീക്കം ചെയ്യാൻ പോലീസ് ശ്രമിച്ചിരുന്നെങ്കിലും പിന്നീട് അത് സാധിക്കാതെ വരികയായിരുന്നു. പാർലമെന്റിനകത്തും പുറത്തും സംസാരിക്കാൻ അനുമതി നൽകിയില്ല എങ്കിൽ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ വെച്ച് തന്നെ പ്രതിഷേധിക്കാമെന്ന നിലപാടിലേക്കാണ് എന്തായാലും കോൺഗ്രസ് എത്തിയിട്ടുള്ളത്. ആ നിലപാടിന്റെ ഭാഗമായി തന്നെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി VD സതീശൻ, മന്ത്രി PC വിശ്വനാഥ് തുടങ്ങിയവരും അതോടൊപ്പം തന്നെ എംപിമാർ, മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുൻപിൽ ഇങ്ങനെ ഒരു പ്രതിഷേധ സമരത്തിൽ പങ്കെടുക്കുന്നത്. വരും മണിക്കൂറുകൾക്കുള്ളിൽ ഒരുപക്ഷെ ഇവിടെ നിന്ന് എംപിമാരെ മാറ്റാൻ പോലീസിന് ബലം പ്രയോഗിക്കേണ്ടി വന്നേക്കാം. പക്ഷെ അത് ദൂരവ്യാപകമായ സമരങ്ങൾക്കും പ്രത്യാഘാതത്തിനും കേന്ദ്ര സർക്കാർ മറുപടി പറയേണ്ടി വരും. ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ എന്തായാലും ചർച്ചയുടെ രൂപത്തിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിയിട്ടുള്ളത്. ഇനി അല്പസമയത്തിനകം ചർച്ചയിൽ എന്താണ് തീരുമാനമെന്നതിനെ ആശ്രയിച്ചിരിക്കും പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുൻപിൽ ഈ സമരം തുടരണമോ വേണ്ടയോ എന്നതിലെ കോൺഗ്രസിന്റെ തീരുമാനം. കൈകൾ പ്രതീകാത്മകമായി ബന്ധിച്ചുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ എംപിമാർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഈ പ്രതിഷേധം കൂടുതൽ ശക്തമാകുമെന്ന ആശങ്ക എന്തായാലും ഈ പോലീസിനും ഉണ്ടാകും. കാരണം 24 മണിക്കൂർ മുൻപ് രാജ്യതലസ്ഥാനം സമാനമായ രീതിയിൽ ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത വിധം വലിയ പ്രതിഷേധങ്ങൾക്ക് വേദിയായി മാറിയിരുന്നു. പാർലമെന്റിന്റെ 50 മീറ്റർ ചുറ്റളവിലേക്ക് വരെ സമരം എത്തിച്ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ നടന്ന നടപടിക്കുള്ളിലുണ്ടായ അല്ലെങ്കിൽ നടപടി കാരണമുണ്ടായ ക്ഷീണം മാറ്റാൻ തന്നെ ഡൽഹി പോലീസിന് വീണ്ടും ഒരു പ്രതിച്ഛായ നഷ്ടം നേരിടാൻ സാധിക്കുകയില്ല. ആ ഒരു കാരണം കൊണ്ട് തന്നെ ചർച്ചകളിലൂടെ ഇതിന് പരിഹാരം കണ്ടെത്താനായിരിക്കും ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിനും ഡൽഹി പോലീസും താല്പര്യം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി നേരിട്ടെത്തി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുമായും അതോടൊപ്പം തന്നെ മറ്റ് നേതാക്കളുമായും എല്ലാം തന്നെ ചർച്ച നടത്തുന്നത്. അനുനയ നീക്കം വിജയിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും പാർലമെന്റിൽ നമുക്ക് നാളെ ഈ വിഷയത്തിൽ ഒരു ദീർഘ ചർച്ച തന്നെ പ്രതീക്ഷിക്കാൻ സാധിക്കും. ഇന്ന് പ്രതിപക്ഷ നേതാവിന് സംസാരിക്കാൻ അനുമതി നൽകാം, സമയം നൽകാമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും അതുണ്ടായില്ല എന്നത് തന്നെയാണ് കോൺഗ്രസിനെ ഏറ്റവും ചൊടിപ്പിച്ച കാര്യമെന്ന് തന്നെ വേണം പറയാൻ. ഇന്ന് പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായതോടുകൂടി 2 മണിക്ക് ചേർന്ന പാർലമെന്റിന്റെ ലോക്സഭ അത് ഇന്നത്തേക്ക് പിരിയാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. കേന്ദ്ര സർക്കാരിൽ ആദ്യം വിവാദങ്ങൾക്ക് അല്ലെങ്കിൽ ഇത്തരത്തിൽ പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് ഉത്തരം പറയണമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടത് ധർമ്മേന്ദ്ര പ്രധാനോട് മാത്രമാണെങ്കിൽ ഇന്നലത്തെ പോലീസ് നടപടിക്ക് പിന്നാലെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും മറുപടി പറയണമെന്ന നിലപാടിലേക്ക് മാറുകയാണ് കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടന. ഈ നീറ്റ് ചോദ്യപേപ്പർ ചോർന്നതിന് പിന്നാലെ വലിയ സമരങ്ങൾക്ക് രാജ്യവ്യാപകമായി തുടക്കം കുറിച്ചിരുന്നു. കോൺഗ്രസ് ജനതാ പാർട്ടിയുടെ പ്രതിഷേധങ്ങൾ ആരംഭിച്ചിരുന്നു. ഒപ്പം തന്നെ ഇടത് വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധിച്ചിരുന്നു. എന്തായാലും ആ സ്ഥലം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ
വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ ഡൽഹിയിൽ വെച്ചുണ്ടായ നടപടികളിൽ പ്രതിഷേധം അറിയിച്ചുകൊണ്ടാണ് കോൺഗ്രസ് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുൻപിൽ തന്നെ ഇത്തരം ഒരു പ്രതിഷേധം കാഴ്ചവെച്ചത്.